ഒരു ടേസ്റ്റി ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 3/4 കിലോ ബീഫ് ഇട്ടിട്ട് ഒരു 3 സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തക്കാളി, മല്ലിയില, പുതിന, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതുപോലെ 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് കുരുമുളക് പൊടി, തൈര് ഒക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കി അടച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ പച്ചമുളക് ഒരു 5 എണ്ണം, ഇഞ്ചി ഒരു കഷ്ണം, ഒരു 10-20 വെളുത്തുള്ളിയാണ് ഇട്ടത്. ഈ വേറൊരു പാത്രം വെച്ചിട്ട് അതിൽ 3/4 കിലോ അരി വേവിച്ചെടുക്കാനാണ്. അപ്പോൾ അതിൽ ഞാൻ തക്കോലം, കരയാമ്പൂ, ഏലക്കായ, ബേ ലീവ്സ്, പട്ട, അതുപോലെ സാജീരകമൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടില്ല, അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മസ് വറുത്ത് മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലേക്ക് ഒരു 3 സബോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എല്ലാം ഇട്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടികൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണാണ് ഇട്ട് ബീഫ് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇനി നമുക്കത് ദമ്മാക്കി എടുക്കണം. അപ്പോൾ ഒരു സ്വല്പം ചാറുള്ളത് കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം കറി നമുക്ക് സ്വല്പം ചാറോട് കൂടി തന്നെ ഒഴിക്കണം. കാരണം ചാറിൽ കിടന്നിട്ട് ഈ ചോറാവുമ്പോഴാണ് ഒന്ന് കൂടുതൽ ടേസ്റ്റ്. വല്ലാണ്ട് വെള്ളം പോലെയല്ല, ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യിലാണ് ഞാനിപ്പോൾ ഇത് കാച്ചിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നെയ്യൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ആ കറി അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ചോറ് അതിൻ്റെ മീതി ഇട്ടിട്ട് പുതിന, മല്ലിയില, അതുപോലെ നമ്മുടെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, കിസ്മസും കൂടിയിട്ട് പാകത്തിനുള്ള മൂടി വെച്ച് അടച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് ദമ്മിടാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളുമാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ആ ചാറ് ഒരു സ്വല്പം ഉള്ളത് നല്ലതാണ്. കാരണം ആ ചോറിൽ ഇങ്ങനെ നല്ല കുഴഞ്ഞിട്ട് നല്ല ടേസ്റ്റായിരിക്കും.